നമസ്കാരം. കിഡ്നി സ്റ്റോൺ എല്ലാവർക്കും വളരെയധികം പേടി തോന്നുന്ന ഒന്ന് തന്നെയാണ്. കാരണം അതിൻ്റെ വേദനയാണ് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. എന്നാൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ലക്ഷണങ്ങളോടുകൂടി ആക്സിഡൻ്റലിയാണ് പല കിഡ്നി സ്റ്റോണുകളും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് വയറിൻ്റെ ഒരു സ്കാൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കിഡ്നിയിൽ ഒരു ചെറിയ സ്റ്റോണ് അല്ലെങ്കിൽ 2 കിഡ്നിയിൽ ഒന്നിലധികം സ്റ്റോണുകളൊക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നാൽ ചിലർക്ക് ഈ കിഡ്നി സ്റ്റോൺസ് ഒരിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താണെങ്കിലും പിന്നീട് വരും. അതായത് റിപ്പീറ്റ് കാൽക്കുലസ് ഫോർമേഷൻ എന്നാണ് നമ്മളതിന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കിഡ്നി സ്റ്റോൺസ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്? അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അവരുടെ ഭക്ഷണ ക്രമീകരണത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പം നമുക്കിതിനെ ഒഴിവാക്കുവാനായിട്ട് ചില ഭക്ഷണ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ ഈ റിപ്പീറ്റ് കാൽക്കുലസ് ഫോർമേഷൻ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഈ കിഡ്നി സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുണ്ട്. കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്, അത് കാൽസ്യം ഫോസ്ഫേറ്റ്, അതുപോലെ യൂറിക് ആസിഡ് സ്റ്റോൺസ്, ഇതൊക്കെയാണ് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കിഡ്നി സ്റ്റോണുകൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അത്യാവശ്യം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ശരാശരി 3 തൊട്ട് ഒരു 3.5 ലിറ്റർ വെള്ളം വരെ കുടിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് നമ്മുടെ ഈ ശരീരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തക്കാളി, ബീൻസ് പോലെയുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ചോക്കോ പൗഡർ, കൂടുതലായിട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോഴാണ് ഈ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കൂടുതലായിട്ടുണ്ടാകും. എന്നാൽ നോർമലി നമുക്ക് കഴിക്കുന്ന തൈര്, പാലൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ ചിലർ കാൽസ്യം ഭക്ഷണങ്ങൾ വളരെയധികം കുറയ്ക്കുന്നത് കാണാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഈ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കൂടുകയുള്ളൂ. അതിനെ ഒഴിവാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ അനാവശ്യമായിട്ടുള്ള ഈ പറയുന്ന കാൽസ്യം ഗുളികകൾ, വൈറ്റമിൻ ഡി ഗുളികകൾ, ഇതൊന്നും ആവശ്യത്തിന് മാത്രമായിട്ട് കഴിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിട്ട് കഴിച്ചാൽ മതി. അത് കൂടുതലായിട്ട് കഴിക്കുന്നത് ഈ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനായിട്ടുള്ള വലിയ സാധ്യതയാണ്. അതുപോലെ തന്നെ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഫോം ചെയ്യുന്നത് റെഡ് മീറ്റ്സ്, അതുപോലെ തന്നെ ആൽക്കഹോൾ, പിന്നെ അതുപോലെ തന്നെ ഈ കോളകൾ, ശീതളപാനീയങ്ങൾ, ഇതൊക്കെ കുടിക്കുന്നത് ഈ പറയുന്ന യൂറിക് ആസിഡ് സ്റ്റോൺസ് ഫോം ചെയ്യാൻ വലിയൊരു ഘടകമാണ്. അതേപോലെ തന്നെ ഭക്ഷണത്തിലെ ഉപ്പിൻ്റെ അളവ് അത് വളരെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് കഴിക്കുന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അച്ചാർ, ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ കെച്ചപ്പുകൾ, സോസുകൾ, അതുപോലെ തന്നെ പ്രോസസ്ഡ് ബേക്കറി എന്നുള്ള ഫുഡുകൾ, ഇതൊക്കെ സോഡിയത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതലാവുന്നതനുസരിച്ച് കിഡ്നി സ്റ്റോൺസിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. എന്നാൽ അമിതമായ വണ്ണമുള്ളവരിൽ ഈ കാൽസ്യം ഓക്സൈറ്റ് ക്രിസ്റ്റൽസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അമിതമായിട്ട് വണ്ണമുള്ളവർ ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് അതുപോലെ തന്നെ കൃത്യമായി വ്യായാമമൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ കിഡ്നി സ്റ്റോണുകൾ ഉണ്ടാകുന്നതിന് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.